എറണാകുളത്ത് സ്റ്റേഷനിൽ വെച്ച് മുഖത്തടിച്ച ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മർദ്ദനത്തിനിരയായ ഷൈമോൾ മീഡിയ വണിനോട്. ഗർഭിണിയായ തന്നെ മർദ്ദിച്ചതിനെ തുടർന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. മർദ്ദന ദൃശ്യം പുറത്തു വന്ന ശേഷം പ്രതാപചന്ദ്രൻ നടത്തിയ ആരോപണങ്ങൾ കളവാണെന്നും ഷൈമോളും ഭർത്താവ് ബെഞ്ചോയും പറഞ്ഞു. ഗർഭിണിയായ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ SHO ആയിരുന്ന പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദക്ഷിണ മേഖല IG ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ദൃശ്യങ്ങൾ പുറത്തുവന്ന ശേഷവും തങ്ങൾക്കെതിരെ നിലവിൽ അരൂർ ഇൻസ്പെക്ടറായ പ്രതാപചന്ദ്രൻ നടത്തിയ ആരോപണങ്ങൾ കളവാണെന്നും സസ്പെൻഷനിൽ ഒതുക്കേണ്ട കേസല്ല എന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മർദ്ദനമേറ്റ ഷൈമോളും ഭർത്താവ് ബെഞ്ചോയും മീഡിയ വണ്ണിനോട് പറഞ്ഞു. വയറിലൊക്കെ പിടിച്ച് തള്ളുന്നുണ്ട്, നെഞ്ചത്ത് പിടിച്ച് തള്ളുന്നുണ്ട്, മുടിക്കുത്തിന് പിടിച്ച് വലിക്കുന്നുണ്ട്, മുഖത്തടിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം തെളിവായിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അത് ഇന്ന് ഞാൻ കോടതിയിൽ ഹാജരാക്കും. തീർച്ചയായിട്ടും നമ്മളത് കോടതിയെ ധരിപ്പിച്ച് കാര്യങ്ങൾ എല്ലാവരും സത്യസന്ധമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അറിയട്ടെ, കോടതി പറയട്ടെ. സേനയിലെ സ്ഥിരം പ്രശ്നക്കാരനാണ് നിലവിൽ അരൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ പ്രതാപചന്ദ്രൻ. പ്രതികളെ സ്റ്റേഷനകത്ത് ക്രൂരമായി മർദ്ദിച്ചതിനും പരാതി പറയാനെത്തിയ സ്വിഗ്ഗി ജീവനക്കാരനെ മർദ്ദിച്ചതിനും മുൻപും സമാനമായ ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു. പോലീസ് സേനയ്ക്കുള്ളിൽ മിന്നൽ പ്രതാപൻ എന്ന ഇരട്ടപ്പേരും ഇയാൾക്കുണ്ട്. മീഡിയ 1 കൊച്ചി.